പശ്ചിമേഷ്യയിൽ നീണ്ടുനിൽക്കുന്ന കടുത്ത സംഘർഷങ്ങൾക്കിടയിലും അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കുമെതിരെ രൂക്ഷമായ ആരോപണങ്ങളും അവകാശവാദങ്ങളുമായി ഇറാൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. അടുത്തിടെ നടന്ന സൈനിക ഏറ്റുമുട്ടലുകളിൽ മൂന്നാം ലോക മഹായുദ്ധത്തിനായി മാറ്റിവെച്ചിരുന്ന അത്യാധുനിക ആയുധങ്ങൾ പോലും അമേരിക്ക പ്രയോഗിച്ചുവെന്നാണ് ഇറാന്റെ പ്രധാന ആരോപണം. എന്നാൽ ഇത്രയും വലിയ സൈനിക നീക്കങ്ങൾ നടത്തിയിട്ടും തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ വാഷിംഗ്ടൺ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഇറാൻ സായുധ സേനയുടെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ബ്രിഗേഡിയർ ജനറൽ അബുൽ ഫസൽ ഷെക്കാർച്ചിയാണ് അന്താരാഷ്ട്ര മാധ്യമ ശ്രദ്ധയാകർഷിച്ച ഈ സുപ്രധാന വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് കടുത്ത ആക്രമണങ്ങളും ഉപരോധങ്ങളും ഉണ്ടായിട്ടും ഇറാന്റെ മിസൈൽ നിർമ്മാണ ശൃംഖലയ്ക്ക് യാതൊരുവിധ തടസ്സവും സംഭവിച്ചിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. യുദ്ധത്തിലുടനീളം ഇറാന്റെ ആയുധ ഉൽപാദനം തടസ്സമില്ലാതെ തുടർന്നിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. മേഖലയിൽ അമേരിക്കയും ഇസ്രയേലും യൂറോപ്യൻ സഖ്യകക്ഷികളും ചേർന്ന് സ്ഥാപിച്ച പ്രമുഖ രഹസ്യാന്വേഷണ കേന്ദ്രങ്ങൾ ഇറാന്റെ തിരിച്ചടിയിൽ തകർന്നു തരിപ്പണമായതായി ജനറൽ ഷെക്കാർച്ചി ആരോപിച്ചു. ശത്രുക്കളുടെ വിവരശേഖരണ ശൃംഖലയെ അടിമുടി തകർത്ത ആക്രമണങ്ങളാണ് ഇറാൻ നടത്തിയത്. തങ്ങളുടെ തന്ത്രപ്രധാനമായ സൈനിക അടിത്തറ തകരാതെ സംരക്ഷിക്കാൻ കഴിഞ്ഞത് ഇറാന്റെ പ്രതിരോധ മികവാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പാശ്ചാത്യ രാജ്യങ്ങളുടെ അത്യാധുനിക രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇന്നും ഇറാന്റെ ഭൂഗർഭ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്ന് ഇറാൻ സൈനിക നേതൃത്വം അവകാശപ്പെടുന്നു. ആകാശ നിരീക്ഷണ സംവിധാനങ്ങളും കൃത്രിമ ഉപഗ്രഹങ്ങളും ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയിട്ടും ഇറാന്റെ ആയുധപ്പുരകൾ സുരക്ഷിതമായി തുടരുന്നത് ശത്രുക്കളെ ചൊടിപ്പിക്കുന്നുണ്ട്. തങ്ങളുടെ സൈനിക സാങ്കേതിക വിദ്യ വിദേശ ശക്തികൾക്ക് കണ്ടെത്താനാവാത്ത വിധം സുരക്ഷിതമാണെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. മാസങ്ങളായി തുടരുന്ന രൂക്ഷമായ പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിലും അമേരിക്കൻ സേനയെ പശ്ചിമേഷ്യയിൽ നിന്ന് പൂർണ്ണമായും തുരത്തുക എന്ന തങ്ങളുടെ അന്തിമ ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ടെഹ്റാൻ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മേഖലയിലെ US സൈനിക സാന്നിധ്യം അസ്ഥിരതയ്ക്ക് മാത്രമേ വഴിവെക്കൂവെന്നും വിദേശ ശക്തികളെ ഇവിടെ നിന്ന് പുറത്തു പോകുന്നതുവരെ പോരാട്ടം തുടരുമെന്നും ഇറാൻ ഭരണകൂടം വ്യക്തമാക്കുന്നു. അമേരിക്ക വിന്യസിച്ച അത്യാധുനിക ആയുധങ്ങളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും അതിജീവിച്ചാണ് ഇറാൻ പ്രതിരോധം തീർത്തത്. അമേരിക്കയുടെ ഏറ്റവും ശക്തമായ സൈനിക സാങ്കേതിക വിദ്യകൾ പോലും ഇറാൻ മിസൈലുകളുടെ മുന്നിൽ പരാജയപ്പെട്ടുവെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇത് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. യുദ്ധസമയത്ത് മിസൈൽ ഉൽപാദനം ഇരട്ടിയാക്കാൻ സാധിച്ചത് ഇറാന്റെ പ്രതിരോധ വ്യവസായത്തിന്റെ കരുത്താണ് കാണിക്കുന്നത്. ബാഹ്യമായ കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും തദ്ദേശീയമായി ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി ഇറാൻ കൈവരിച്ചിട്ടുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ കടുത്ത പോരാട്ടങ്ങൾക്ക് തങ്ങളെ പ്രാപ്തരാക്കുമെന്ന് ഇറാൻ കരുതുന്നു. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന സൈനിക നിരീക്ഷണങ്ങളെ മറികടക്കാൻ ഇറാന് സാധിച്ചത് പാശ്ചാത്യ ശക്തികളെ ആശങ്കാകുലരാക്കിയിട്ടുണ്ട്. വിദേശ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കാത്തത് അവരുടെ ഭാവി ആക്രമണ പദ്ധതികളെ സങ്കീർണമാക്കുന്നു. പശ്ചിമേഷ്യൻ മേഖലയിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന അമേരിക്കൻ ആധിപത്യത്തിന് കടുത്ത വെല്ലുവിളിയാണ് ഇറാൻ ഉയർത്തുന്നത്. വൻതോതിൽ സൈന്യത്തെയും കപ്പൽ പടയെയും വിന്യസിച്ചിട്ടും അമേരിക്കയ്ക്ക് തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നത് തിരിച്ചടിയാണ്. മേഖലയിലെ ചെറുകിട രാജ്യങ്ങൾ പോലും ഇപ്പോൾ പുതിയ സമവാക്യങ്ങൾ രൂപീകരിക്കാൻ നിർബന്ധിതരാകുന്നു. അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും സാമ്പത്തിക സൈനിക ഉപരോധങ്ങൾ ഇറാന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഫലപ്രദമാകുന്നില്ല എന്നാണ് ആക്രമണങ്ങൾ തെളിയിക്കുന്നത്. സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഡ്രോണുകളും ഹൈപ്പർസോണിക് മിസൈലുകളും ഉപയോഗിച്ച് ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ നിരകളെ മറികടക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ശത്രുത കൂടുതൽ രൂക്ഷമായ ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായി വഴിമുട്ടിയ സാഹചര്യത്തിൽ സൈനിക ശക്തി പ്രകടിപ്പിക്കുക മാത്രമാണ് ഇരുപക്ഷവും ചെയ്യുന്നത്. ഇത് മേഖലയെ വീണ്ടും ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നയിച്ചേക്കാം. മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളും ഈ സംഭവ വികാസങ്ങളെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ തങ്ങളുടെ സാമ്പത്തിക സുരക്ഷാ മേഖലകളെ ബാധിക്കുമോ എന്ന ഭയം അവർക്കുണ്ട്. അതിനാൽ തന്നെ പല രാജ്യങ്ങളും കടുത്ത നിലപാടുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കുന്നു. മൂന്നാം ലോക മഹായുദ്ധ സമാനമായ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടും ഇറാനെ കീഴടക്കാൻ കഴിയില്ലെന്ന വാദം അമേരിക്കൻ വിദേശ നയത്തിന് മേലുള്ള കടുത്ത വിമർശനമായി മാറുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന്റെയും ഫലപ്രാപ്തിയെക്കുറിച്ച് വാഷിംഗ്ടണിലും ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ പരസ്യമായ വെല്ലുവിളികൾ ആഗോള എണ്ണ വിപണിയെയും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാരത്തെയും വീണ്ടും അസ്ഥിരപ്പെടുത്താൻ സാധ്യതയുണ്ട്. തന്ത്രപ്രധാനമായ സമുദ്രപാതകളുടെ സുരക്ഷ അപകടത്തിലാകുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത പ്രഹരമായിരിക്കും. ജനറൽ അബുൽ ഫസൽ ഷിക്കാർജിയുടെ ഈ പ്രസ്താവനകൾ പശ്ചിമേഷ്യൻ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാണെന്ന് അടിവരയിടുന്നു. സ്വന്തം സൈനിക ശേഷി പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഇറാൻ ലോകത്തിന് നൽകുന്നത്. ഈ വടംവലി വരും ദിവസങ്ങളിൽ മേഖലയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ കൂടുതൽ കലുഷിതമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.